കൊമേഴ്സ് അച്ചീവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്താനായിട്ട് പോകുന്നത് കേരള യൂണിവേഴ്സിറ്റി ബികോം 6th സെമസ്റ്റർ വിദ്യാർത്ഥികൾ ഏതൊക്കെ സബ്ജക്റ്റുകളാണ് പഠിക്കേണ്ടത്, അതുപോലെ തന്നെ നിങ്ങളുടെ 6th സെമസ്റ്റർ എങ്ങനെയാണ് പ്രോജക്റ്റ്, അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ 5th സെമസ്റ്ററിൻ്റെ ഒരുവിധം എല്ലാ എക്സാമുകളും വളരെ സിമ്പിളായിരുന്നു, എല്ലാവരും നന്നായിട്ട് എഴുതിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ 6th സെമസ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് 5 സബ്ജക്റ്റാണ് പഠിക്കാനുള്ളത്. ഈ ഒരു 5th സെമ്മിൽ നിങ്ങൾ പഠിച്ച പോലെ തന്നെയാണ് 6th സെമ്മിലും 5 സബ്ജക്റ്റുകളാണ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഒരു പ്രോജക്റ്റ് വരുന്നുണ്ട്. പ്രോജക്റ്റ് നിങ്ങൾ ഈ ഒരു സെമ്മിലാണ് പ്രോജക്റ്റും അതിൻ്റെ വൈവ് എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യുന്ന ഈ ഒരു സെമ്മിലാണ്. മിക്ക കോളേജിലും 5th സെമസ്റ്റർ തൊട്ടേ ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ അതിൻ്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ളത് 5 സബ്ജക്റ്റുകളാണെന്ന് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് പേപ്പർ ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു പേപ്പറാണ്. ഓഡിറ്റിംഗ് നിങ്ങൾ കുറച്ച് ഭാഗങ്ങളൊക്കെ എന്തിലെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഓഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു തിയറി പേപ്പറാണ്. ഇതിനകത്ത് എന്താണ് ഓഡിറ്റ്, ടൈപ്സ് ഓഫ് ഓഡിറ്റ്, അതുപോലെ തന്നെ ഓഡിറ്റർ ആരാണ്, ഏതൊക്കെ കമ്പനീസിൽ എങ്ങനെയാണ് ഓഡിറ്റ് നടത്തുന്നത്, ഓഡിറ്റ് പ്രോസസ്സ്, വൗച്ചിങ്, വെരിഫിക്കേഷൻ, അതുപോലെ തന്നെ ഒരു കമ്പനീസ് ആക്ട് പ്രകാരം ഓഡിറ്റിംഗ് എങ്ങനെയാണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് 5 മൊഡ്യൂളായിട്ട് ഈ ഒരു ഇതിനകത്ത് പഠിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്ന ഒരു തിയറി പേപ്പറാണ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അപ്ലൈഡ് കോസ്റ്റിംഗ് ആണ്. നിങ്ങൾ 5th സെമസ്റ്ററിൽ പഠിച്ച കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ബാലൻസ് പോർഷനായിട്ട് തന്നെയാണ് അപ്ലൈഡ് കോസ്റ്റിംഗ് വരുന്നത്. അപ്ലൈഡ് കോസ്റ്റിംഗ് ഒരു പ്രോബ്ലം പേപ്പറാണ്. അതിനകത്ത് ടൈപ്സ് ഓഫ് കോസ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പഠിക്കാനായിട്ട് പോകുന്നത്. സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ്, അതുപോലെ തന്നെ പ്രോസസ് കോസ്റ്റിംഗ് എന്താണ്, സർവീസ് കോസ്റ്റിംഗ് എന്താണ്, മാർജിനൽ കോസ്റ്റിംഗ് എന്താണ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എങ്ങനെയാണ്, ഇങ്ങനെ 5 മൊഡ്യൂൾസ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഈ 5 മൊഡ്യൂളും പ്രോബ്ലം ഓറിയൻറ്റഡ് ആണ്. ഈ ഒരു അപ്ലൈഡ് കോസ്റ്റിങ്ങിൻ്റെ നമുക്ക് പെയ്ഡ് ക്ലാസ് ആണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പിന്നീട് അറിയിക്കുന്നതായിരിക്കും. നമ്മളുടെ 5th സെമസ്റ്ററിൽ ഇൻകം ടാക്സും കോസ്റ്റ് അക്കൗണ്ടിങ്ങും ഒരുപാട് വിദ്യാർത്ഥികൾ ജോയിൻ ചെയ്തു. എല്ലാവർക്കും വളരെ ഉപകാരപ്രദമാണെന്നുള്ളത് നമുക്ക് ഇൻഫോം ചെയ്തിട്ടുണ്ട്. എക്സാം വളരെ സിമ്പിളായിട്ട് അവർക്ക് എഴുതാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ 6th സെമസ്റ്ററിൽ നമ്മൾ അപ്ലൈഡ് കോസ്റ്റിംഗ് ആണ് പെയ്ഡ് ക്ലാസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്ലൈഡ് കോസ്റ്റിങ്ങിൻ്റെ മുഴുവൻ ക്ലാസ്സുകളും, അതായത് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള മുഴുവൻ ക്ലാസ്സുകളും, അതുപോലെ തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും നോട്ടും, കംപ്ലീറ്റ് നോട്ടും, 5 മൊഡ്യൂളിൻ്റെ നോട്ട് ഉൾപ്പെടെയാണ് നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്തത് വരുന്നത് വീണ്ടും ഒരു പ്രോബ്ലം പേപ്പറാണ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആണ്. അക്കൗണ്ടിങ്ങിൻ്റെ തന്നെ, അതായത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിനകത്ത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, ഡിസിഷൻ മേക്കിംഗ് എന്താണ്, ഫണ്ട് ഫ്ലോ, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രിപ്പയർ ചെയ്യാറുണ്ട്. അത് ഫണ്ട് ഫ്ലോ എന്താണ്, ക്യാഷ് ഫ്ലോ എന്താണ്, അതിൻ്റെ അനാലിസിസ്. ദെൻ വരുന്നത് ബഡ്ജറ്ററി കൺട്രോൾ എന്നൊരു ബഡ്ജറ്റിംഗ് ആൻഡ് കൺട്രോൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. അതിനുശേഷം വരുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, അതായത് നിങ്ങൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലൊക്കെ പഠിച്ചിട്ടുള്ള ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ഡിസിഷൻ ആൻഡ് കൺട്രോൾ തിയറി, അതുപോലെ തന്നെ NVP, IRR, NPV, IRR, ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ, പ്രോബബിലിറ്റി, അത് നിങ്ങൾ ആ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ കൂടുതൽ പേരും പഠിച്ചിട്ടുണ്ട്. കൊമേഴ്സ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ഫിനാൻസ് ഒക്കെ എടുത്ത വിദ്യാർത്ഥികൾ ഓൾറെഡി പഠിച്ചത് തന്നെ ഒരു മൊഡ്യൂളായിട്ട് വരികയാണ്. ബാക്കി ക്യാഷ് ഫ്ലോയും ഫണ്ട് ഫ്ലോയും ഒക്കെ നിങ്ങൾ പുതുതായിട്ട് പഠിക്കാനുള്ളതാണ്. ഇതും കംപ്ലീറ്റ്ലി ഒരു പ്രോബ്ലം പേപ്പറാണ് പഠിക്കാനായിട്ടുള്ളത്. അടുത്തത് വരുന്നത് ഒരു ഓപ്പൺ കോഴ്സാണ്. 5th സെമസ്റ്ററിൽ നിങ്ങളൊരു ഓപ്പൺ കോഴ്സ് പഠിച്ചായിരുന്നു. അത് നമ്മളുടെ സബ്ജക്റ്റ് അല്ല, മറ്റൊരു സബ്ജക്റ്റാണ് നിങ്ങൾ ഓപ്പൺ കോഴ്സായിട്ട് പഠിച്ചത്. ഈ ഒരു 6th സെമസ്റ്ററിൽ നമ്മളുടെ സബ്ജക്റ്റ് തന്നെ ഒരു സബ്ജക്റ്റ് നിങ്ങൾ ഓപ്പൺ കോഴ്സായിട്ട് പഠിക്കുകയാണ്. അത് ഒരു കോളേജിന് ഒരു സബ്ജക്റ്റ് ആയിരിക്കും. അതിൽ കുറേ സബ്ജക്റ്റുകൾ പറയുന്ന ഒന്ന് പ്രാക്ടിക്കൽ അക്കൗണ്ടിങ് എന്നുള്ള ഒരു സബ്ജക്റ്റാണ്. അതുപോലെ തന്നെ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്, ദെൻ വരുന്നത് മാനേജ്മെൻറ്റ് ഓഫ് ഫോറിൻ ട്രേഡ്സ്. ഇത്രയാണ് പ്രധാനമായിട്ടും കോളേജുകൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ 3 സബ്ജക്റ്റിൽ ഒരു സബ്ജക്റ്റ് ആയിരിക്കും നിങ്ങളുടെ കോളേജുകൾ ചൂസ് ചെയ്യുന്നത്. മിക്ക കോളേജുകളിലും മാനേജ്മെൻറ്റ് ഓഫ് ഫോറിൻ ട്രേഡ് അല്ലെങ്കിൽ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ആയിരിക്കും. അത് അതത് കോളേജുകളാണ് സെലക്ട് ചെയ്യുന്നത്. ആ ഒരു കോളേജിൽ ആ ഒരു ഓപ്പൺ കോഴ്സ് ആയിരിക്കും പഠിപ്പിക്കുന്നത്. 5th സെമസ്റ്ററിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരെണ്ണം എടുത്തു. ഇതിപ്പം 6th സെമസ്റ്ററിൽ നമ്മുടെ സബ്ജക്റ്റിൽ നിന്ന് തന്നെ ഒന്ന് ഓപ്പൺ കോഴ്സായിട്ട് പഠിക്കണം. പിന്നെ നിങ്ങൾ വരുന്നത് നിങ്ങളുടെ ഇലക്റ്റീവാണ്. ഇലക്റ്റീവ്
ഇലക്റ്റീവ് ഫിനാൻസ് വിദ്യാർത്ഥികൾക്ക് ടാക്സേഷൻ ലോ ആൻഡ് അക്കൗണ്ട്സ് ആണ് ഇലക്റ്റീവായിട്ട് വരുന്നത്. അതായത് നിങ്ങൾ 5th സെമസ്റ്ററിൽ പഠിച്ച ഇൻകം ടാക്സിൻ്റെ ബാലൻസ് പോർഷനാണ് നമ്മളിവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. ടാക്സേഷൻ ലോ ആൻഡ് അക്കൗണ്ട്സ് എന്ന് പറയുന്നൊരു സബ്ജക്റ്റിനകത്ത് പഠിക്കാനുള്ളത്. നമ്മളവിടെ എന്താണ് HUF അങ്ങനെയുള്ള ഓരോന്നിനെ കുറിച്ചും ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിരുന്നു. കമ്പനീസൊക്കെ നമ്മളവിടെ ടോട്ടൽ ഇൻകം കാൽക്കുലേഷൻ വരെയാണ് 5th സെമസ്റ്ററിൽ പഠിച്ചത്. ഇവിടെ നമ്മൾ ഓരോ ഇതിൻ്റെയും അതായത് അസസ്മെൻറ്റ് ഓഫ് ഇൻകം ഓഫ് ഡിഫറെൻറ്റ് പേഴ്സൺസ് ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. HUF അതുപോലെ തന്നെ LLP കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ദെൻ എങ്ങനെയാണ് അസസ്മെൻറ്റ് പ്രൊസീജിയർ എന്താണ്, അങ്ങനത്തുള്ള കാര്യങ്ങളാണ് ഈ ഒരു സബ്ജക്റ്റിനകത്തായിട്ട് പഠിക്കാനുള്ളത്. ഇത് പ്രോബ്ലവും ഉണ്ട്, അതുപോലെ തന്നെ തിയറിയും വരുന്ന ഒന്നാണ് ഈ ഒരു ഇലക്റ്റീവ്, ഫിനാൻസുകാരുടെ ഇലക്റ്റീവ് എന്ന് പറയുന്നത്. കോർപ്പറേഷൻകാർക്ക് ഇലക്റ്റീവ് സബ്ജക്റ്റ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ആണ്. അത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്. ദെൻ ട്രാവൽ ആൻഡ് ടൂറിസംകാർക്ക് ട്രാവൽ ഏജൻസി, ടൂർ ഓപ്പറേഷൻ ആൻഡ് എയർലൈൻ മാനേജ്മെൻറ്റ് എന്നുള്ള സബ്ജക്റ്റാണ് പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് വിദ്യാർത്ഥികൾക്ക് പ്രാക്ടിക്കൽ ബാങ്കിങ് എന്നുള്ള സബ്ജക്റ്റാണ് പഠിക്കാനായിട്ടുള്ളത്. ദെൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വിദ്യാർത്ഥികൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആണ് നിങ്ങളുടെ ഇലക്റ്റീവ് കോഴ്സായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്രയും സബ്ജക്റ്റുകളാണ് ഈ ഒരു സെമ്മിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും കോമൺ ആയിട്ട് വരുന്ന സബ്ജക്റ്റുകളാണ് ഓഡിറ്റിങ്, അതുപോലെ തന്നെ അപ്ലൈഡ് കോസ്റ്റിംഗ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. നിലവിൽ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് അപ്ലൈഡ് കോസ്റ്റിംഗ് മാത്രം പെയ്ഡ് ക്ലാസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാനാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കും. ദെൻ നിങ്ങൾക്ക് വരുന്നത് പ്രോജക്റ്റ് ആണ്. പ്രോജക്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നത്, ഓൾറെഡി പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ പ്രോജക്റ്റ് നിങ്ങൾക്കറിയാം വൈവേ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഗ്രൂപ്പായിട്ടായിരിക്കും പ്രോജക്റ്റുകൾ ചെയ്യുന്നത്. അപ്പം മാക്സിമം നമ്മളൊരു ചെറിയൊരു ടോപ്പിക് എടുക്കുക, ആ ടോപ്പിക്കിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് അനലൈസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുക. മാക്സിമം നിങ്ങളെല്ലാവരും ഇൻവോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഒരു ഗ്രൂപ്പാണ് പ്രോജക്റ്റ് ചെയ്യുന്നതെങ്കിൽ പോലും അതിൽ കുറച്ച് കുട്ടികളായിരിക്കും ചിലപ്പം ചെയ്യുന്നത്, ബാക്കിയുള്ളവരൊന്നും ചെയ്യാതിരിക്കും. അങ്ങനെയല്ല, എല്ലാവരും ഒരു പങ്കാളിത്തത്തോടു കൂടി നിങ്ങൾ പ്രോജക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം വൈവയ്ക്ക് വരുന്ന അധ്യാപകർ നിങ്ങളോട് ആ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, അതായത് പ്രോജക്റ്റിൽ നിന്നുള്ള. അപ്പോൾ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റും നിങ്ങൾ ഈ പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, നിങ്ങൾ ഇതിൽ എന്തെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ പ്രോജക്റ്റ് എന്താണെന്നും ആ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നിങ്ങൾ മനസ്സിലാക്കി വെക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഈ സബ്ജക്റ്റുകളാണ്. അപ്പോൾ എല്ലാവരും ക്രിസ്മസ് വെക്കേഷനാണ്, പക്ഷേ ഇനി 1st സെമസ്റ്റർ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം വരുന്നുണ്ട്, അതുപോലെ തന്നെ 3rd സെമസ്റ്റർ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയൊക്കെ നന്നായിട്ട് പഠിക്കുക. അത് ചെയ്യാൻ നിൽക്കുന്ന വിദ്യാർത്ഥികൾ അതിനുവേണ്ടി കൃത്യമായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ അവൈലബിൾ ആയിരിക്കും. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക്